ആ ടിവിയുടെ ഓളിയൊന്ന് കൂട്ടിയരാ. ന്യൂസ് തുറന്നേറാ. എന്തുട്ട് ന്യൂസ്? നീ വല്ല പാട്ടും വെക്കടാ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിയിൽ തിരുത്തലുകൾ വേണമെന്ന് മുൻ മന്ത്രിയും CPIM നേതാവുമായ ഡോക്ടർ TM തോമസ് ഐസക്. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണം. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും കിട്ടിയിട്ടില്ല. സൈബർ ഗ്രൂപ്പിലെ ഇടപെടലുകൾ വിപരീത ഫലമുണ്ടാക്കുന്നുവെന്നും ഡോക്ടർ TM തോമസ് ഐസക് കുറ്റപ്പെടുത്തി. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലല്ലോ. ഞാൻ പറയണെങ്കില് നീ ഒന്നും പറയണ്ട. സോഷ്യൽ മീഡിയയിൽ എന്തുമാകാം എന്ന സ്ഥിതി മാറണമെന്നും TM തോമസ് ഐസക് പറഞ്ഞു. നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിയനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണോ? എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല. അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണമായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോ ഉണ്ടായ ദേഷ്യം. ഈ പൊതുജനങ്ങളുടെ കാര്യം കള. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്ന് മാറിയത്? സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ.